സമയം രാത്രി 1:30 മണിയായിട്ടുണ്ട് കേട്ടോ. കണി വെക്കാൻ കണിക്കൊന്നയില്ല, കൃഷ്ണനില്ല, ഒന്നുമില്ല. വിഷുവാണെന്ന് ഞാൻ ഓർത്ത് തന്നെ 2 ദിവസം മുമ്പ്, മാർച്ച് മാസമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞ രാത്രിക്ക് ഞാൻ 2 പ്രിന്റ് ഇടിപ്പിച്ചിട്ടോ. കൃഷ്ണനെ ഉണ്ടാക്കി കണി വെക്കണമല്ലോ, ഇവിടെ വിഗ്രഹമൊന്നുമില്ല ഗൈസ്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ തേരാപ്പാര കുറച്ച് നടന്നിട്ട് പിന്നെ ഇത് എന്തെങ്കിലും സ്റ്റാച്ചു പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ തട്ടും പുറത്തും അവിടെയും തപ്പിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു വലിയ ട്രേ കിട്ടിട്ടോ. ഗോൾഡൻ കളറിലെ ട്രേ ആണേ, കുറച്ച് സൈഡിൽ ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. സാരമില്ല, നമുക്കത് സെറ്റാക്കി എടുക്കാം ഗൈസ്. കണി കാണാൻ 3-4 മണിക്കൂർ ഉള്ളപ്പോഴാണ് ഞാൻ ഈ പണിയൊക്കെ ഇരുന്ന് ചെയ്യുന്നത്. അങ്ങനെ ട്രേ ഒക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച് നമ്മുടെ സൈഡിലുള്ള സാധനമൊക്കെ ഒട്ടിച്ചു കൊടുത്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കൊണ്ടുവന്ന കുട്ടി കൃഷ്ണനുണ്ടല്ലോ പ്രിന്റ് എടുത്തേക്കുന്നത്, അത് ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ട് അതിന് മുകളിൽ ഒട്ടിക്കാന്ന് ഓർത്തിട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയല്ല. എന്നാൽ പിന്നെ ഇതിന് ചേരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാന്ന് ഓർത്ത് അപ്പം തന്നെ വേഗം തന്നെ പെയിന്റ് എടുത്തു, റെഡും യെല്ലോയും കൂടി മിക്സ് ആക്കി ഇതുപോലെ ആക്കി കൊടുത്തിട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഇത്രയും മതി, എന്നിട്ട് കൃഷ്ണൻ ഇങ്ങനെ ഒട്ടിക്കാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഫുൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. കുട്ടിക്കൃഷ്ണനെ സെറ്റാക്കി കഴിഞ്ഞപ്പോഴാണ് ഗൈസ് അനഗ്നമായ സത്യം ഞാൻ ഓർത്തെടുത്തത്. നമ്മുടെ വീട്ടിൽ കണിക്കൊന്നയില്ല, ഇനി കണിക്കൊന്നൊക്കെ ഞാൻ പാതിരാത്രി എവിടെ പോകും ഗൈസ്. അങ്ങനെ അറബിയുടെ തട്ടുമ്പുറത്ത് ഞങ്ങൾക്ക് ഒരു കാർബോർഡിലാക്കി കുറച്ച് ഇലകൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇലക്ക് കണിക്കൊന്നയായിട്ട് യാതൊരു സാദൃശ്യം ഇല്ലെങ്കിലും കണി കാണുമ്പോൾ എൻ്റെ കൃഷ്ണ അതൊരു കണിക്കൊന്നയായിട്ട് മാറണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ കുറച്ച് മഞ്ഞപ്പെയിൻ്റെയൊക്കെ പാതിരാത്രി എന്ന് കുത്തിയിരുന്ന് അടിച്ചിട്ടോ. കണി കാണാനായിട്ട് ഒരു 3-4 മണിക്കൂർ ബാക്കി നിൽക്കുകയായിട്ട് ഞാൻ ഈ കലാപരിപാടികളൊക്കെ രാത്രി ഇരുന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ. 4:15 എപ്പോഴേക്കും പണിയൊക്കെ കഴിഞ്ഞ് കടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ. പിന്നെ 5:30 കണ്ട് കണി കണ്ടത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു. ആ പാത്രമുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.